Dear students, today we are going to discuss about the Introductory Economics Module 1. Module 1 is on Money and Banking Policies and Function. That is, the name of the chapter is Money and Banking Policies and Function. And this chapter mainly includes the functions of money, demand for money, supply of money, inflation, meaning and definition, then what are the different types of inflation, what are the effects of inflation, what are the different measures of inflation, what is meant by deflation, role and functions of commercial banks, economic importance of banks, history of commercial banks in India, functions of commercial banks, central bank, meaning, definition, monetary policy, its instruments, objectives, etc. These are the major sub-modules of this first module or the first chapter. നിങ്ങളുടെ ഇൻട്രൊഡക്ടറി ഇക്കണോമിക്സ് എന്നുള്ള പേപ്പറിൽ ഫോർത്ത് സെമിസ്റ്ററിൽ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് മണി ആൻഡ് ബാങ്കിങ് പോളിസീസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മണി, എന്താണ് മണിയുടെ ഫങ്ഷൻസ്, അതുപോലെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ എന്താണ്, സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഇൻഫ്ലേഷൻ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻസ് എന്താണ്, അതിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്, ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇഫക്ട്സ് എങ്ങനെയാണ്, അതുപോലെ ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ആദ്യ ഭാഗത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു പോർഷനാണ് വരുന്നത്. അതായത് മീനിങ് ഓഫ് ബാങ്ക്, ഇമ്പോർട്ടൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്, അങ്ങനെയുള്ള, അതായത് ബാങ്കിൻ്റെ പ്രാധാന്യം എന്താണ്, ബാങ്കിൻ്റെ മീനിങ് എന്താണ്, ഹിസ്റ്ററി ഓഫ് ബാങ്കിങ്, അത് ബാങ്കിൻ്റെ ചരിത്രം, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ബാങ്ക്, അതിൻ്റെ മീനിങ് എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ ഫങ്ഷൻ, നമ്മുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവരുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസീനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയുക. ആ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, മെയിനായിട്ട് 2 തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതെന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മൊഡ്യൂളിൻ്റെ പേര് മണി ആൻഡ് ബാങ്കിങ് പോളിസീസ് ആൻഡ് ഫങ്ഷൻസ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി, വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി, വാട്ട് ഈസ് ഇൻഫ്ലേഷൻ, വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ഇൻഫ്ലേഷൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻഫ്ലേഷൻ, വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ, വാട്ട് ഈസ് deflation, what are the role and functions of commercial banks, functions of central bank, monetary policy, meaning, instruments, objectives, etc. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ദി ഫങ്ഷൻസ് ഓഫ് മണി എന്നുള്ള അതായത് മണി, അതിൻ്റെ ഫങ്ഷൻസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മണി എന്ന് പറയുന്നത്, അതായത് പൈസ എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളുള്ള ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു സാധനമാണ് നമ്മുടെ മണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഡെയിലി ലൈഫ് ഓഫ് എ പേഴ്സൺ. അതായത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ മണി ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൺസ്യൂമർ ആവട്ടെ, ദറ്റ് ഈസ് വെദർ ഹീ ഈസ് എ കൺസ്യൂമർ, പ്രൊഡ്യൂസർ, എ ബിസിനസ് മാൻ, an academician, a politician or administrator. ഇതിൽ ആരായാലും, അതായത് നമ്മളൊരു കൺസ്യൂമർ ആയാലോ, പ്രൊഡ്യൂസർ ആയാലോ, ബിസിനസ്മാൻ ആയാലോ, അക്കാഡമീഷ്യൻ ആയാലോ, പൊളിറ്റീഷ്യൻ ആയാലോ, അഡ്മിനിസ്ട്രേറ്റർ ആയാലോ, ആരോ ആവട്ടെ, നമ്മൾക്കറിയാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ മണിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് plays a strategic role in the determination of income and employment of the country. കുറച്ചും കൂടി നമ്മൾ ഇക്കണോമിക്സ് ടേംസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്കറിയാം, നമ്മുടെ ഇക്കോണമിയിൽ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആ ബേസിക് ഫങ്ഷൻ്റെ ഒരു സ്ട്രാറ്റജിക് റോൾ, ആ ഒരു ബേസിക് ഫങ്ഷനിൽ ഒരു സ്ട്രാറ്റജിക് റോൾ പ്ലേ ചെയ്യുന്നത് മണിയാണെന്ന് നമ്മൾക്കറിയാം. ഇതിലിവിടെ ലെസ്റ്റർ ബി ചാൻഡ്ലർ ആൻഡ് SM ഗോൾഫീൽഡ്, ഇവർ രണ്ടുപേരുടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻ ഇൻഡിവിജ്വൽ നീഡ് നോട്ട് ബി ആൻ ഇക്കണോമിസ്റ്റ് to be actually aware that money plays an important role in modern life. അതായത് നമ്മൾ he indeed think
only of his own experience. ഇവർ രണ്ടുപേരും പറയുന്നത്, അതായത് ലെസ്റ്റർ വി ചാൻഡലർ ആൻഡ് എസ് എം ഗോഡ്ഫീൽഡ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ട്, നമ്മൾ ഒരു ഇക്കണോമിസ്റ്റ് ഒന്നും ആവേണ്ട കാര്യമില്ല, എന്താണ് ഒരു ഇക്കോണമിയിൽ നമ്മുടെ പണത്തിൻ്റെ റോൾ എന്ന് മനസ്സിലാക്കാൻ. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമ്മൾക്കറിയാം പണത്തിന് ഒരുപാട് റോൾ ഉണ്ട് എന്നുള്ളത്. അതാണ് ഇവിടെ ചാൻഡലർ ആൻഡ് എസ് എം ഗോഡ്ഫീൽഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ നീഡ് നോട്ട് ബി ആൻ ഇക്കണോമിസ്റ്റ് ടു ബി ആക്ച്വലി അവെയർ ദാറ്റ് മണി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ മോഡേൺ ലൈഫ്. ഹി നീഡ് തിങ്ക് ഓൺലി ഓഫ് ഹിസ് ഓൺ എക്സ്പീരിയൻസ്. അതുപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്, ഇൻ ദ മോഡേൺ ഇക്കോണമി ഈസ് referred or described as money economy. നമ്മുടെ ഇന്നത്തെ ഒരു സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മണി ഇക്കോണമി എന്ന് കൂടിയാണ് പറയുന്നത്. ആൻഡ് മണി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക? മണി ഇൻക്ലൂഡ്സ് കോയിൻ, കറൻസി നോട്ട്സ്, ചെക്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സോ ഓൺ. ഇതിനൊക്കെ നമ്മൾ മണി എന്നാണ് പറയുക. അതായത് പണം എന്നുള്ള ഇതിൽ വരുന്നത് കോയിൻസ് വരും, കറൻസി നോട്ട് വരും, ചെക്ക് വരും, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇതിനെയൊക്കെ കൂടിയിട്ടാണ് നമ്മൾ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓർത്ത് വയ്ക്കേണ്ടത്, the money plays an important role, and in the modern economy is known as money economy. Money includes coins, currency notes, check, bill of exchange, etc. That is, money plays an important role in the day-to-day life of a person, whether he is a consumer, producer, businessman, academician, political or administrator. ഇത് ആരായാലും നമ്മുടെ ഇക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മണി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അടുത്തൊരു പോയിന്റ് നമ്മൾക്കറിയാം, മണി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻസ് ഓഫ് മാൻകൈൻഡ്. നമ്മളുടെ മാനവരാശിയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം കൂടിയാണ് മണി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, in essence, the circulation of money paved the way for addressing all hurdles associated with the barter system. അതായത് നമ്മൾക്കറിയാം മണി എന്നല്ലെങ്കിൽ പണം എന്നുള്ള ഒരു ഇത് വരുന്നതിന് മുമ്പേ ഇക്കോണമിയിൽ നിലനിന്നിരുന്നത് ബാർട്ടർ സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റമാണ്. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് സാധനങ്ങൾ തന്നെ കൈമാറ്റുന്നു, ഒരു സാധനത്തിന് പകരം വേറൊരു സാധനം കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം, അതായത് കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് എന്നുള്ള ഒരു സിസ്റ്റമാണ് നിലവിൽ. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ താരതമ്യം ചെയ്യാനും കമ്പാരിസൺ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതായത് നെല്ല് കിട്ടാൻ വേണ്ടി നാളികേരം കൊടുക്കുക, അപ്പം നെല്ലിൻ്റെ വിലയും നാളികേരത്തിൻ്റെ വിലയും അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ മണിയുടെ കണ്ടുപിടുത്തത്തോട് അല്ലെങ്കിൽ പൈസയുടെ കണ്ടുപിടുത്തത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയത്. ആൻഡ് another point എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ബാർട്ടർ സിസ്റ്റം, ദി എൻഡ് ഓഫ് ബാർട്ടർ സിസ്റ്റം കെയിം അപ്പ് വിത്ത് ദി ഇൻവെൻഷൻ ഓഫ് മണി. ആൻഡ് അനദർ വൺ, ഇത് കൂടാതെ മണി മെയ്ഡ് ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് വെരി റാപ്പിഡ്. അതാണ് അനദർ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻ ഓഫ് മാൻകൈൻഡ് is money, or money is one of the important invention of mankind, and the circulation of money paved the way for addressing all the problems associated with the barter system. That is, barter system associated ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലം നമ്മൾക്ക് ഓവർകം ചെയ്യാൻ പറ്റി. Then another one, barter systemത്തിൻ്റെ end എന്ന് പറയുന്നത്, that is, the end of the barter system came up with the invention of money. And the social and economic progress also made rapid. നമ്മുടെ സോഷ്യൽ ഇക്കണോമിക് പ്രോഗ്രസ് റാപ്പിഡ് ആക്കാനും ഈ മണിയുടെ ഇൻവെൻഷൻ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. മണിയുടെ ഡെഫിനിഷൻസ് ആണ് തന്നിരിക്കുന്നത്. മണി ഹാസ് ബീൻ ഡിഫൈൻഡ് ഡിഫറെൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് ഇക്കണോമിസ്റ്റ്. നമുക്കറിയാം ഒരു ഇക്കോണമിയിൽ ഒരു പണത്തിൻ്റെ റോൾ എന്താണ്, അതിൽ റോൾ ഓഫ് മണി എന്താണ് എന്നുള്ളത് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഇക്കണോമിസ്റ്റ് അതിനെ ഡിഫറെൻറ്റ് ലെവലിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. And in simple term, money means, or it represents general purchasing power. അതായത് ജനറൽ പർച്ചേസിങ് പവർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ടേം, അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മണി സിംപ്ലി represents general purchasing power. And some of the important definitions are given below. The first one, ഇതിൽ കുറച്ച് ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചു വയ്ക്കുക, എക്സാമിന് വരുന്നതാണ്. പ്രൊഫസർ വോക്കർ സ്റ്റേറ്റ്സ് ദാറ്റ് മണി ഈസ് വാട്ട് മണി ഡസ്. അതായത് ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ് വോക്കറുടെ ഡെഫിനേഷൻ. അക്കോർഡിംഗ് ടു വോക്കർ, മണി ഈസ് വാട്ട് മണി ഡസ്. എന്താണ് മണി എന്താണ് എന്ന് ചോദിച്ചാൽ, എന്താണോ മണി ചെയ്യുന്നത് അതെല്ലാം മണി ആണ് അല്ലെങ്കിൽ പണമാണ് എന്നുള്ളതാണ് വോക്കറിൻ്റെ ഡെഫിനേഷൻ. അടുത്ത ഡെഫിനേഷൻ ഗോഫ്രെ ക്രൗദറിൻ്റെ ആണ്. ആൻഡ് മണി ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റബിൾ ആസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് and that at the same time act as a measure and store of value. ഇവിടെ ഗോഫ്രെ ക്രൗദർ തന്നിരിക്കുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മണിയാണ്.
മണി ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റബിൾ ആസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച്. മണി എന്ന് പറയുന്നത് മീൻസ് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് പൊതുവിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഒരു സാധനമാണ് എന്നുള്ളതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആക്ട് ആസ് എ മെഷർ ഓഫ് വാല്യൂ ആൻഡ് സ്റ്റോർ ഓഫ് വാല്യൂ. അതേപോലെ തന്നെ അതായത് നമ്മളൊരു മീൻസ് ഓഫ് എക്സ്ചേഞ്ച് ആയി കൺസിഡർ ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കൺസിഡേർഡ് ഓർ ഇറ്റ് ആക്ട് ആസ് എ മെഷർ ഓഫ് വാല്യൂ ആൻഡ് സ്റ്റോർ ഓഫ് വാല്യൂ. ഒരു സാധനത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നതിനും ആ ഒരു സാധനത്തിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിനും ഉപയോഗിക്കാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ മണി എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഗോഫ്രെ ക്രൗദറിൻ്റെ ഡെഫിനേഷൻ. മണി ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റബിൾ ആസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച്. നമ്മളെല്ലാവർക്കും ജനറലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മണി പൈസ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലും ആരും എനിക്ക് പറ്റില്ല വേണ്ട എന്ന് പറയാറില്ല. അതുകൊണ്ട് തന്നെ മണി ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റബിൾ ആസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അറ്റ് ദ സെയിം ടൈം ആക്ട് ആസ് എ മെഷർ ആൻഡ് സ്റ്റോർ ഓഫ് വാല്യൂ. ഇവിടെ 3 important functions: measure of as a means of exchange, second one measure of value and store of value. അതായത് സാധനങ്ങളുടെ വാല്യൂ മെഷർ ചെയ്യാനും അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മണി എന്ന് പറയുന്നത് എന്നുള്ളതാണ് ക്രൗദറിൻ്റെ ഡെഫിനിഷൻ. അനദർ ഡെഫിനിഷൻ, Cole defines money as the purchasing power, something which buys things. അതായത് ഏറ്റവും ഒരു സിമ്പിൾ ഡെഫിനേഷനാണ്. കോൾസ് ഡിഫൈൻസ് മണി ആസ് ദി പർച്ചേസിങ് പവർ. പർച്ചേസിങ് പവർ എന്നാണ് കോൾ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സംതിങ് വിച്ച് ബൈസ് തിങ്സ്. അതായത് പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് നമ്മൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള പവർ തരുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മണി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അടുത്തത് സെയറുടെ ഒരു ഡെഫിനേഷനാണ്. അക്കോർഡിംഗ് ടു സെയേഴ്സ് സെയർ ഡിഫൈൻസ് മണി ആസ് സംതിങ് വിച്ച് ഈസ് വൈഡ്ലി ആക്സെപ്റ്റഡ് ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ഡെപ്റ്റ്. അതായത് നമ്മുടെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡെപ്റ്റ്, കടം സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കമോഡിറ്റിനെയാണ് ഇതിനെയാണ് നമ്മൾ മണി എന്ന് പറയുന്നത് എന്നുള്ളതാണ് സെയേഴ്സ് ഡെഫിനേഷൻ. ദാറ്റ് ഈസ് സെയേഴ്സ് is that money or defines money as something which is widely accepted for the settlement of debt. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴോ ഒരു പൈസ വാങ്ങിക്കുമ്പോഴോ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കമോഡിറ്റി, കോമൺ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിങ്ങിനെയാണ് നമ്മൾ മണി എന്ന് പറയുന്നത് എന്നുള്ളതാണ് സെയറിൻ്റെ ഡെഫിനേഷൻ. സെലിഗ്മാൻ്റെ ഡെഫിനേഷനാണ് അടുത്ത് തന്നിരിക്കുന്നത്. Seligman defines money as one thing that possesses general acceptability. അതായത് one thing that possesses general acceptability. ജനറൽ ആക്സെപ്റ്റബിലിറ്റി ഉള്ള ഒരു തിങ്ങിനെയാണ് നമ്മൾ മണി എന്ന് പറയുന്നത് എന്നുള്ളതാണ് സെലിഗ്മാൻ്റെ ഡെഫിനിഷൻ. To sum up, it is not always easy to define money properly. അതായത് നമ്മൾക്ക് ഒരു മണി അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾക്ക് ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറേ ഡെഫിനിഷൻസ്, അതിൽ നമ്മൾ കുറച്ച് അതിൻ്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് വോക്കറിൻ്റെ ഡെഫിനേഷൻ, ദാറ്റ് മണി ഈസ് വാട്ട് മണി ഡസ്. രണ്ടാമത്തത് ഗോഫ്രെ ക്രൗദറിൻ്റെയാണ്, മണി ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റബിൾ ആസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അറ്റ് ദ സെയിം ടൈം ആക്ട് ആസ് എ മെഷർ ആൻഡ് സ്റ്റോർ ഓഫ് വാല്യൂ. ദെൻ കോൾ ഡിഫൈൻസ് money as the purchasing power, something which buys things. സെയറിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് മണി ആസ് സംതിങ് വിച്ച് ഈസ് വൈഡ്ലി ആക്സെപ്റ്റഡ് ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ഡെപ്റ്റ്. സെലിഗ്മാൻ്റെ ഡെഫിനേഷൻ, വൺ തിങ് ദാറ്റ് പോസസ് ജനറൽ ആക്സെപ്റ്റബിലിറ്റി. ജനറൽ ആക്സെപ്റ്റബിലിറ്റി തിങ്ങിനെയാണ് നമ്മൾ മണി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെഫിനേഷൻ. അതായത് മണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത്. ദെൻ ഇനി അടുത്ത് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഫങ്ഷൻസ് ഓഫ് മണി എന്നുള്ളതാണ്. മണി പ്ലേസ് അൻ ഇമ്പോർട്ടൻറ്റ് or money plays so many functions in an economy. It is accepted as a medium of exchange, store of value, standard of measuring value, then capable of transferring value, etc. അതായത് ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, സ്റ്റോർ ഓഫ് വാല്യൂ ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് മെഷറിംഗ് വാല്യൂ ആണ്, കേപ്പബിൾ ഓഫ് സ്റ്റോറിംഗ് ട്രാൻസ്ഫറിംഗ് വാല്യൂസ് ആണ്. ദ wide popularity of money helps not only to remove the difficulties of barter system but also oils the wheels of trade and industry in the present world. അതായത് മണി എന്നുള്ള ഒരു ഇൻവെൻഷൻ കൊണ്ട് നമുക്ക് ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യാൻ പറ്റി. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് നമ്മൾക്ക് ബൂസ്റ്റ് ചെയ്യാനും പറ്റി എന്നുള്ളതാണ് നമ്മളുടെ ഇതിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനിൽ ഓർത്ത് വയ്ക്കേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾ ജനറൽ ആക്സെപ്റ്റൻസ് ഓഫ് മണി ആൻഡ് ഇറ്റ്സ് പോപ്പുലാരിറ്റി ബൂസ്റ്റഡ് ഇൻറ്റേർണൽ ട്രേഡ് ആസ് വെൽ ആസ് ദി എക്സ്റ്റേർണൽ ട്രേഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ബൂസ്റ്റഡ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. അതായത് ട്രേഡിൽ ബോത്ത് ഇൻറ്റേർണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേർണൽ ട്രേഡ് വാസ് ബൂസ്റ്റഡ് ബൈ ദി
use of money, and at present it smoothens the economic activity, its payment and settlement system. അതായത് നമ്മൾക്ക് ഈ മണി എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ നമ്മളുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് നമ്മൾക്ക് പൈസ കൊടുക്കാനും അല്ലെങ്കിൽ സാധനങ്ങൾ കൈമാറാനും കൊടുക്കാനും ഇതെല്ലാം പറ്റുന്നത് ഈ മണി എന്നുള്ള ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അക്കോർഡിംഗ് ടു പ്രൊഫസർ കിൻലി, ദ ഫങ്ഷൻസ് ഓഫ് മണി ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 heads. അതായത് കിൻലിയുടെ ഒരു വ്യൂ പോയിന്റിൽ ഫങ്ഷൻസ് ഓഫ് മണി ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 heads. അതായതൊക്കെ പ്രൈമറി ഫങ്ഷൻ, secondary function and contingency function. That is, according to Kinley, the functions of money can be categorized under 3 heads. They are primary function, secondary function, contingency function. And the details of these functions are given below. The first one is the primary function. Primary function എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്, ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉണ്ട്. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് മണി ആസ് എ മെഷർ ഓഫ് വാല്യൂ. ഇതാണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിനായിട്ടും വരുന്നത് മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ, മണി ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്, അതായത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്, മണി ആസ് എ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. ഇതൊക്കെയാണ് ഈ മൂന്നെണ്ണമാണ് സെക്കൻഡറി ഫംഗ്ഷനിൽ വരുന്നത്. അതായത് മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. സ്റ്റോർ ചെയ്യാൻ, ഡിഫർ ചെയ്യാൻ, അതേപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ. ദെൻ കണ്ടിജൻസി ഫംഗ്ഷൻസിൽ വരുന്നത് അതായത് പ്രൈമറി സെക്കൻഡറി അല്ലാതെ വരുന്ന കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ആൻഡ് ദീസ് ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ഇക്വലൈസേഷൻ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസ് ഓഫ് സ്പെൻഡിങ്, മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം among various factors, basics of credit system, basis of credit system, liquidity and uniformity of wealth. ഇതൊക്കെയാണ് കണ്ടിജൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ ആൻഡ് കണ്ടിജൻറ്റ് ഫംഗ്ഷൻ. ഇത് കൂടാതെ കുറച്ചധികം ഫംഗ്ഷൻസും കൂടെയുണ്ട്. And it includes money helps in the maintenance of repaying capacity, that is credit worthiness. അതായത് നമ്മളുടെ repaying capacity maintain ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അനദർ ഫംഗ്ഷൻ. മണി റെപ്രസെൻറ്റ്സ് ജനറൽ പർച്ചേസിങ് പവർ. ഒരു ജനറൽ പർച്ചേസിങ് പവറിനെയാണ് മണി കാണിക്കുന്നത്. അതുപോലെ മണി പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ദി ക്യാപിറ്റലിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ മണി ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്, അതായത് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. മണി ആസ് എ ബേസിസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റിന് അതിൻ്റെ ബേസിസും കൂടിയാണ് മണി. ഇതൊക്കെയാണ് അതർ ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത്. ഇതിൻ്റെ ദാറ്റ് ഈസ് ഇതിനെ സമ്മപ്പ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ ആൻഡ് കണ്ടിജൻസി ഫംഗ്ഷൻ. പ്രൈമറി ഫംഗ്ഷനിൽ വരുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ. അതായത് രണ്ടെണ്ണമാണ്. സെക്കൻഡറി ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് സ്റ്റോർ ഓഫ് വാല്യൂ, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. കണ്ടിജൻസി ഫംഗ്ഷനിൽ വരുന്നത് distribution of national income, then equalization of marginal utility, then basis of credit, liquidity to the wealth. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത്. ദി പ്രൈമറി ഫംഗ്ഷൻ ഇതിനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദി പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് primary function includes two things, that is medium of exchange and measurement of value. These are the crucial functions of money. Therefore, the crucial functions of money are the medium of exchange and the measurement of value. And therefore, it is known as the primary functions of money. It is also known as the fundamental and original functions of money. Primary function തന്നെയാണ് ഫണ്ടമെൻ്റൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒറിജിനൽ ഫംഗ്ഷൻ എന്നും കൂടി പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഇക്കോണമിയിൽ മണിയുടെ ഒരു പൈസയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് മെഷർ ഓഫ് വാല്യൂ എന്നുള്ളതാണ്. ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പ്രൈമറി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒറിജിനൽ ഫംഗ്ഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. എന്താണ് ഈ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് എന്നുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് നോക്കാം. മണി ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ഇൻ സെയിൽ ആൻഡ് പർച്ചേസ്, and money facilitate the buying and selling of goods and thereby eliminating the double coincidence of funds, inconvenience and difficulties associated with the barter system. That is, in addition to this, money gives us a good deal of economic independence and also perfects the market mechanism for increasing competition and widening the market. That is, ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വേറൊരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, അത് നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ ഒരു
ഇത് കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുക്കുന്നത് ഉള്ള ഒരു മീഡിയം ആയിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. പൈസ അതായത് മറ്റുള്ള ഒരാളുടെ കയ്യിലുള്ള സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ ആ ഒരു എക്സ്ചേഞ്ചിന് നമ്മൾ കൊടുക്കുന്ന ഒരു മീഡിയമാണ് മണി എന്നുള്ളതാണ്. ഇങ്ങനൊരു മണി വന്നതോടുകൂടി തന്നെ നമ്മൾ കോയിൻസിഡൻസ് ഓഫ് വോൺസ്, അതായത് ബാർട്ടർ സിസ്റ്റത്തിൽ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് ഇൻകൺവീനിയൻ്റ് ആൻഡ് ഡിഫിക്കൽട്ടാണ്. അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസ് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾക്ക് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് കിട്ടി. അതുപോലെ ഒരു മാർക്കറ്റ് മെക്കാനിസം പെർഫെക്റ്റ് ആക്കാൻ പറ്റിയതൊക്കെയാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളത്. ദാറ്റ് ഈസ് ഇറ്റ് ആക്ട് ആസ് എൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ, ഓർ ഇറ്റ് ആക്ട് ആസ് എൻ ഇൻ്റർമീഡിയറി ഇൻ സെയിൽ ആൻഡ് പർച്ചേസ്. നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് നിൽക്കുന്നത് മണിയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ. Second one, money as a measure of value. Money is serving as a common measure of value. The value of various commodities are expressed in terms of money, and money as a measure of value has made transaction simple and easy. നമ്മൾക്കറിയാം ദ വാല്യൂ ഓഫ് വേരിയസ് കമ്മോഡിറ്റീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് പെണ്ണെന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ, അതിനൊരു വാല്യൂ ഉണ്ട്. അതായത് വേരിയസ് കമ്മോഡിറ്റീസിൻ്റെ വാല്യൂ നമ്മൾ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദി മണി. പെണ്ണിൻ്റെ വാല്യൂ വേറെയാണ്, അതുപോലെ ചോക്കിൻ്റെ വാല്യൂ വേറെയാണ്. അങ്ങനെ ഓരോ കമ്മോഡിറ്റീൻ്റെ വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യാൻ, അതിൻ്റെ ആ ഒരു വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യാൻ, മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മണി എന്നുള്ളതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. ഇത് വലിയൊരു റോളാണ് ഇക്കോണമിയിൽ മണി എന്നുള്ള ആ ഒരു തിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദി മണി വാല്യൂ ഓഫ് ഗുഡ്സ് ഈസ് കോൾഡ് ദി പ്രൈസ്. മണി വാല്യൂ, ഒരു ഗുഡ്സിൻ്റെ മണി വാല്യൂവിനാണ് നമ്മൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ആസ് സച്ച് മണി ഓൾസോ സെർവ് ആസ് എ യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. അതായത് ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ടും കൂടിയാണ് പ്രൈസ് എന്ന് പറയുമ്പോൾ. നമ്മൾക്കറിയാം അത് തന്നെയാണ് ഈ യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. നമ്മൾ അക്കൗണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് ഈ മണി എന്ന് പറയുന്നത്. For example, in India, the unit of account is the rupee. In USA, it is dollar. In UK, pound sterling. In Japan, the yen, and China, yuan. ഇതൊക്കെയാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. Then, as pointed by Culbertson, price quoted in terms of money become the focus of people's behavior. There's calculation, plans, expectations, and contracts focuses on money prices. In short, money is a unit of account and standard of measurement. അതായത് ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ്, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെൻറ്റ് ആണ്. ദെൻ സെക്കൻഡറി ഫംഗ്ഷനിൽ വരുന്നതാണ്, secondary function is also known as directive functions, and it includes mainly 3 functions ആണ് വരുന്നത്. നമ്മൾ കണ്ടു, സ്റ്റോർ ഓഫ് വാല്യൂ, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. That is, the first one is money as a store of value. Money serve as a store of value, or more correctly, it enables a person to keep a portion of his asset liquid. Liquid assets are those which can be used for any purpose at any time, one like. അതായത് നമ്മുടെ ഒരു അസറ്റിൻ്റെ ഒരു പോർഷൻ നമ്മുടെ ലിക്വിഡ് ആക്കിയിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മണിയുടെ അനദർ ഇമ്പോർട്ടൻറ്റ്. ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ്സ് ആർ ദോസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി പർപ്പസ് അറ്റ് എനി ടൈം വൺ ലൈക്ക്. അതായത് നമ്മൾക്ക് എന്ത് പർപ്പസും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മണി എന്ന് പറഞ്ഞാൽ. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. ആർക്കെങ്കിലും ലാൻഡ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി. ബട്ട് മണി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലിക്വിഡ്. നമ്മുടെ എന്ത് ആഗ്രഹങ്ങളോ എന്ത് ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നമ്മളുടെ അസറ്റിൻ്റെ ഒരു പോർഷനെ നമ്മൾക്ക് മണി ടേംസിൽ കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് മണിയുടെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മണി ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് എന്നുള്ളതാണ് അനദർ വൺ. ദാറ്റ് ഈസ് മണി ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് future payment is performing useful function enabling the current and present transaction to be discharged in the future. This means that it has become possible to express future payments in terms of money. അതായത് നമ്മൾക്ക് ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ് എത്രയാണ് എന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്, മണി ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. എ ബോറോവർ ഹു ബോറോസ് എ സർട്ടൻ സം ഓഫ് മണി ഇൻ ദ പ്രസൻറ്റ് അണ്ടർടേക്സ് ടു പേ ദ സെയിം ഇൻ ദ ഫ്യൂച്ചർ. By serving as a standard measure of payment over the time, money makes borrowing and lending much less risky.
Thus, it helps in stimulating all kinds of economic activity which depends on borrowed money or credit. നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ ഫ്യൂച്ചറിൽ ഇത്ര രൂപ ഇത്രയും തന്നെ നമ്മൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഇത് വരുന്നത് എപ്പോഴാണ്? നമുക്ക് മണി എന്നുള്ള ഒരു മീഡിയം ഉള്ളപ്പോഴാണ്. ദാറ്റ് ഈസ് നമ്മളൊരു ഫ്യൂച്ചറിലെ പേയ്മെൻറ്റ്സ് നമ്മൾക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ അനദർ വേർഡ്, മണി ആസ് എ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. Since money is generally acceptable as a means of payment and act as a store of value, it keeps on transferring value from one person to person and from place to place. A person who holds money in cash or asset can transfer that to any other person. Moreover, he can sell his asset at Mumbai and purchase fresh asset at Bangalore. Thus, money facilitate transfer of value between persons and places. That is, നമ്മളുടെ എന്ത് കമ്മോഡിറ്റി ആയാലും എന്ത് അസെറ്റ്സ് ആയാലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? മണി എന്നുള്ള ഒരു, അതായത് നമ്മുടെ മണി ആക്ട് ആസ് ടു ട്രാൻസ്ഫർ ദി വാല്യൂ. നമ്മൾക്ക് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. ദെൻ അടുത്തത് കണ്ടിജൻറ്റ് ഫങ്ഷൻസ് ആണ്. അതായത് പ്രൈമറി ഫങ്ഷൻ ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ. ദറ്റ് ഈസ് ഇൻ അഡീഷൻ ടു ദി primary or apart from primary and secondary function, some other functions are also done by the money. This include equalization of marginal utility or spending. നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ്. അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഏതാ? മണി ടേംസിലാണ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മളുടെ ഓരോന്നിൻ്റെയും കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ മണി ടേംസ് ആണ്. അതുകൊണ്ട് തന്നെ ഈക്വലൈസേഷൻ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് സ്പെൻഡിങ് എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ. സെക്കൻഡ് വൺ, മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. നമ്മുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എമംഗ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾക്കറിയാം നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷനിൽ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സം ടോട്ടൽ ഓഫ് ദിസ് ഷെയർ ഈസ് ദി നാഷണൽ ഇൻകം. അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ബേസിസ് ഓഫ് ക്രെഡിറ്റ് സിസ്റ്റം. നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് മണിയാണ്. അതുപോലെ ലിക്വിഡിറ്റി ആൻഡ് യൂണിഫോമിറ്റി ഓഫ് വെൽത്ത്. അതായത് വെൽത്ത് അല്ലെങ്കിൽ അസറ്റ്സിനൊരു ലിക്വിഡിറ്റി കൊടുക്കുന്നു, അതുപോലെ യൂണിഫോമിറ്റി കൊടുക്കുന്നത് എല്ലാം എന്താണ്? മണി എന്നുള്ള അല്ലെങ്കിൽ പണം എന്നുള്ള ഒരു തിങ്ങാണ്. അതാണ് കണ്ടിജൻസി ഫങ്ഷൻസിൽ വരുന്നത്. ദെൻ അതർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മണി ഹെൽപ്സ് ഇൻ മെയിൻ്റനൻസ് ഓഫ് റീപേയിങ് കപ്പാസിറ്റി. അത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്നു. മണി റെപ്രസെൻറ്റ് ജനറൽ പർച്ചേസിങ് പവർ. അതായത് പർച്ചേസിങ് പവർ എന്നുള്ളത് മെഷർ ചെയ്യാനും മണി ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റലിനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് മണിയാണ്. അതുപോലെ മേക്കിംഗ് ഡിസിഷൻസ്, ബേസിസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Therefore, we can sum up the functions of money as primary, secondary and contingency. Primary includes medium of exchange, measure of value. Secondary function includes store of value, transfer of value and standard of deferred payment. Then contingency function include distribution of national income, equating the marginal utility, basis of credit and liquidity to the wealth. ഇതൊക്കെയാണ് നമ്മുടെ ഒരു മണിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Therefore, we can conclude that the functions of money can be divided into primary function, secondary function and contingency functions.